ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. തെളിവെടുപ്പിനിടെ കിട്ടിയ രേഖകൾ അന്വേഷണ സംഘം പരിശോധിക്കും. സുപ്രധാന തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നതെന്ന് SIT വ്യക്തമാക്കിയിട്ടുണ്ട്. പോറ്റി സ്വർണ്ണവിറ്റ ഗോവർദ്ധനിലേക്ക് കൂടുതൽ അന്വേഷണം കേന്ദ്രീകരിക്കാനാണ് SITയുടെ നീക്കം. ആതിര ചേരുകയാണ് വിവരങ്ങളുമായി. ആതിര, അങ്ങേയറ്റം നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ഈ ചെന്നൈയിലും ബംഗളൂരുവിലും നടന്ന ഈ SITയുടെ അന്വേഷണത്തിൽ, ഈ തെളിവെടുപ്പിലൊക്കെ പുറത്തുവന്ന് കോടികളുടെ ഭൂമി ഇടപാടുകളും അഴിമതിയും അടക്കം നടന്നിരിക്കുന്ന ഇവിടെ നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് SIT എത്തിയിരിക്കുകയാണ്. ഇനി തുടർന്നുള്ള അന്വേഷണം ഈ ഗോവർദ്ധനെ കേന്ദ്രീകരിച്ചായിരിക്കും. സ്വപ്ന, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തെളിവെടുപ്പ് ഇന്നും തുടരുമെന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 3-4 ദിവസമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി SIT അതിതീവ്രമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. ബംഗളൂരും അതുപോലെ തന്നെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസും കേന്ദ്രീകരിച്ച് നിർണായകമായ തെളിവെടുപ്പുകളൊക്കെ നടന്നു. ഈ തെളിവെടുപ്പുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കോടിക്കണക്കിനുള്ള ഈ പണമിടപാടുകളാണ്, ഭൂമി ഇടപാടുകളാണ്. ബംഗളൂരിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് നിർണായക രേഖകളൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ഭൂമി ഇടപാട്, അതുപോലെ തന്നെ ഫ്ളാറ്റുകളും വീടുകളും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങിയിട്ടുണ്ട്. ഭാര്യയുടെ പേരിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു സുഹൃത്തിന്റെ പേരിലുമൊക്കെ ഇത്തരത്തിൽ ഭൂമികളും ഫ്ളാറ്റുകളും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങിയിട്ടുണ്ട്. അതിൽ ഇത്തരത്തിൽ പ്രതീക്ഷിക്കാത്ത, അന്വേഷണ സംഘം പോലും പ്രതീക്ഷിക്കാത്ത അത്ര വലിയ കോടി രൂപയുടെ ഒരു ഭൂമി ഇടപാടും മറ്റ് സാമ്പത്തിക ഇടപാടുകളും ഒക്കെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ രേഖകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമായിരിക്കും മുന്നോട്ട് പോകുക. ഈ സ്വർണം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടായിരുന്ന ഒരു വെല്ലുവിളി. പക്ഷേ ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഈ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറി എന്ന് പറയുന്ന ഗോവർദ്ധനിൽ നിന്നും 400 ഗ്രാമോളം സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഈ തെളിവെടുപ്പിനിടെ 100 ഗ്രാമിൽ കൂടുതൽ സ്വർണവും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്വർണം വീണ്ടെടുക്കൽ എന്ന് പറയുന്നൊരു പ്രക്രിയ ഏകദേശം നടപ്പിലാക്കിക്കൊണ്ട് വരികയാണ്. ഈ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ട് ഈ തൊണ്ടി മുതൽ ലഭിക്കുന്നതോടുകൂടി അന്വേഷണം മറ്റൊരു ഗതിയിലേക്ക് മാറുമെന്നുള്ളതാണ്. ഏതായാലും നിലവിലെ ഗോവർദ്ധൻ ഈ സ്വർണ്ണ സ്ഥാപനത്തിന്റെ ഒരു ജ്വല്ലറിയുടെ ഉടമ കൂടിയാണ് ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന വ്യക്തി. ഈ ഗോവർദ്ധനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരിക്കും SIT ഇനി കൂടുതൽ കേന്ദ്രീകരിക്കുക. ഈ ഗോവർദ്ധൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ പൂജാരി എന്ന പേരിലാണ് തന്നെ പരിചയപ്പെട്ടത്. അതിനെ തുടർന്ന് തനിക്ക് സ്വർണം കൈമാറി എന്ന തരത്തിലുള്ളതൊക്കെ തന്നെ ഈ ഗോവർദ്ധന്റെ മൊഴിയിൽ നിന്നും വ്യക്തമായ കാര്യങ്ങളാണ്. ഏതായാലും SIT ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൈമാറിയിട്ടുള്ള ഈ ഗോവർദ്ധനെ കേന്ദ്രീകരിച്ചായിരിക്കും നിലവിൽ കൂടുതൽ അന്വേഷണങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുക. ഈ ബംഗളൂരിലെ ഭൂമി ഇടപാടുകളുടെ രേഖകൾ കണ്ടെത്തിയതിനോടൊപ്പം ഈ ശ്രീരാംപുരയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ രേഖകളൊക്കെ കണ്ടെത്തുന്നത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും ഇന്നലെ അന്വേഷണ സംഘം എത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. ഏതായാലും നിലവിൽ ലഭിച്ചിരിക്കുന്ന ഈ തെളിവുകളൊക്കെ തന്നെ അതിനിർണായകമായിട്ടുള്ള തെളിവുകളാണ്. നിർണായകമായ ഭൂമി ഇടപാടുകൾ ബന്ധപ്പെട്ടുള്ള തീർച്ചയായും അതിൽ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ SITയുമായുള്ള തെളിവെടുപ്പുകൾ പുരോഗമിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അത്ര ചെറിയ മീനൊന്നുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് മനസ്സിലായി വരികയാണ് ഓരോ ദിവസം കഴിയുന്നതോറും. പക്ഷേ ഈ ഒരു അന്വേഷണം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ അല്ലെങ്കിൽ ഗോവർദ്ധനിലോ കൽപേഷിലോ നാഗേഷിലോ മാത്രം ഒതുങ്ങിപ്പോകുമോ എന്നതടക്കമുള്ള ആശങ്കകളും ഒപ്പമുണ്ട്. യഥാർത്ഥ സൂത്രധാരൻ ആര് എന്നതിലേക്ക് ഈ അന്വേഷണം എത്തുമോ എന്നതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്.